ലാസ്റ്റ് ടൈം നമ്മൾ ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞോ? അഭിതന്റെ സ്റ്റാറ്റസ് രണ്ടിലെത്തിയിട്ടില്ലല്ലോ. ഹലോ, ഞാൻ ചെയ്തിട്ടില്ല. ഹലോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അതായത് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഗം വല്ലതും വന്നോ അഭിത? ഹലോ, എന്ത് പറ്റി? എന്ത് കംപ്ലീറ്റ് ആക്കിയില്ല? ഞാനേ കുറച്ച് കല്യാണം കുറച്ച് ബിസി ആയിരുന്നു, നോക്കിട്ടില്ല. ഞാൻ എന്നൊക്കെ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഓക്കെ, നാളെ ആകുമ്പോഴേക്ക് ചെയ്യൂലേ? ഓക്കെ. ഇപ്പൊ കറന്റ്ലി HTML CSS ജാവാസ്ക്രിപ്റ്റ് ഒക്കെ നോളജ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്റെ ലാപ്ടോപ്പ് എന്തോ ഓൺ ആവുന്നില്ല, ഫോണിനൊക്കെ കണക്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഏതായാലും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാട്ടോ. ഓക്കെ, എന്നാലേ ഇത് കംപ്ലീറ്റ്ലി മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? എല്ലാവരും ഇതുപോലെ സ്ക്രീൻഷോട്ട് തന്നെ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓക്കെ. ഇതിൽ ആഫിറാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അഡീഷണൽ ആയിട്ട് CSS ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒന്ന് കമന്റ്സ് ഒന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ ഡയറക്റ്റ് സ്റ്റൈലിങ്ങിലേക്ക് കടക്കും. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ജസ്നയും ആഫ്രയും ആണ് അഡീഷണൽ ആയിട്ട് സ്റ്റൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ബാക്കിയുള്ളവരും അത് നോക്കുക. അത് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുക എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് കമൻസിനെ പരിചയപ്പെടാനുണ്ട്. ഓക്കെ, അത് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മളെ ഡേ 5 ആയിരിക്കും അല്ലേ? ഹലോ, ഇന്നത്തെ ക്ലാസ് റെക്കോർഡിംഗ് ഉണ്ടോ? റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെക്കോർഡിംഗ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാനത് ഇരുന്ന് കണ്ടു നോക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? index.html ഒരു പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് അതിൽ index.html പറഞ്ഞ ഫയലും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്കിനി HTML-ലെ കോഡ് ബ്ലോക്ക് സ്ട്രക്ചർ അതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടത് സ്റ്റൈലിംഗ് ഒക്കെ എന്തിനാ യൂസ് സോറി അതിനു മുമ്പ് ഒരു ആളെയും കൂടെ പരിചയപ്പെടാണ്ട് കമൻസ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ H1 എന്നുള്ള ടാഗിൽ ഞാൻ ഹലോ എവരി വൺ എന്ന് കൊടുത്ത്. ഓക്കെ,
നെക്സ്റ്റ് വണ്ണിൽ ഹൗ ആർ യു കൊടുത്തു. നെക്സ്റ്റ് വണ്ണിൽ ഞാൻ സപ്പോസ് ഒരു ഇമേജ് കൊടുത്തു. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഇൻപുട്ട് ഫീൽഡ് കൊടുക്കുകയാണ്. നിങ്ങൾ ഷോർട്ട് കട്ട്സ് ഒക്കെ ഒപ്പം ട്രൈ ചെയ്ത് നോക്കുന്നില്ലേ? കുറച്ച് സ്ലോ ആയിരിക്കും, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, അതിൻ്റെ ഔട്ട് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, എല്ലാവർക്കും കാണുന്നില്ലേ? നമ്മൾ കൊടുത്തിട്ട് ഓക്കെ ഇമേജ്, ഞാൻ ഇമേജിൻ്റെ ലിങ്ക് കൊണ്ടുപോയി അതിലിടട്ടെ. ലൈറ്റ് കമർ ഉണ്ടല്ലോ. ആരെങ്കിലും ഇപ്പൊ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചാ? ഓക്കെ, ഇപ്പോൾ ഇത്രയും പോർഷൻ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസുകൾ തന്നെയാണ് അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഒരു H1 ടാഗിൻ്റെ ഉള്ളിൽ ഹലോ എവരിവൺ, ഒന്നിൽ ഹൗ ആർ യു, ഒരു ഇമേജ് ടാഗ്, ഒരു ഇമേജ് കൊണ്ടുവന്ന് വെച്ചു, ഒരു ഇൻപുട്ട് ഫീൽഡ് വെച്ചു. ഓക്കെ, ഓക്കെ, ഇത് ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി കമൻസ് എന്താണെന്നാ പറയാൻ പോകുന്നത്. ഈ കമൻസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ആവശ്യമില്ലാത്ത ബ്ലോക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് കമന്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കാണിക്കൂല. അതായത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അതിനെ നെവർ മൈൻഡ് ആക്കി വിടും, അതിന് മൈൻഡ് ചെയ്യൂല. ഓക്കെ, അത് നമുക്ക് കോഡ് തൽക്കാലം കമന്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്കൊരു കോഡ് റീഡ് ചെയ്യുന്ന സമയത്ത് ഇത് എന്തിനാണ്, അതിൻ്റെ ഒരു എയിം എന്നുള്ള രീതിയിലൊക്കെ നമുക്കത് കമന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കമന്റ് ആഡ് ചെയ്യാണ്, ഷോ എനി ഇമേജ് ഹിയർ. അപ്പോൾ ഷോ എനി ഇമേജ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി എന്താണ്, ഒരു കമന്റ് ബ്ലോക്കാണ്. നമ്മളെ എന്തിൽ കാണിക്കൂല, ബ്രൗസറിലൊന്നും വരില്ല. ഇത് കണ്ടില്ലേ, ഇപ്പോൾ കറൻ്റ് ബ്രൗസറിലൊന്നും വരുന്നില്ല. നേരെ മറിച്ച് ഞാൻ അതെന്ത് ചെയ്യാണ്, നേരെ മറിച്ച് ഞാൻ എന്താ ചെയ്യണേ, അത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അതിന് താഴെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഇവിടെ വരും. കാണുന്നില്ലേ? ഒരു BR ടാഗും കൂടെ ഇടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എന്ത് സംഭവിച്ചു, ഷോ എനി ഇമേജ് ഹിയർ. പക്ഷെ ഇത് നമുക്ക് എന്താണ്, ആക്ച്വലി നമ്മളെ കോഡിൽ, അതായത് നമ്മൾ ഔട്ട്പുട്ടിൽ വരണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ജസ്റ്റ് കമൻറ്റിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. ഈ കമൻറ്റ് എങ്ങനെ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML ഈ ഒരു രീതിയിലാണ്. മറ്റ് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓരോ രീതിയിലാണ്. ചിലതിൽ 2 പ്രോഗ്രാമിൽ സെയിം വരാം. പക്ഷേ
HTML പോലത്തെ കമൻറ്റ് ഇടുന്ന ഒരു ഇത് മാർക്കപ്പ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഇതിൽ ഈ ഒരു രീതിയിലാണ് ഇടുന്നത്. ഓക്കെ, ആക്ച്വലി HTML എന്നുള്ളത് എന്താണ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കമൻറ്റ് ഇടുന്ന ഒരു രീതി ഇതാണ്. ആദ്യം ലെസ് ദാൻ ഇടുക, പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക്, അതിനുശേഷം 2 ഹൈഫൺ ഇടുക. ഇപ്പോൾ അത് കമൻറ്റ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, ഇനി അത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? 2 ഹൈഫൺ ഇടുക, ഒരു ഗ്രേറ്റർ ദാൻ സിമ്പൽ ഇടുക. ഇതാണ് കമൻറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും. ഇത് കമൻറ്റ് ഓപ്പണിങ്, ഇതെന്താണ് കമൻറ്റ് ക്ലോസിങ്. ഓക്കെ, സോറി, അവിടെ ഞാൻ എഴുതിയതിൻ്റെ ഇത് മാറും. ഓക്കെ, അപ്പോൾ കമൻറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ടാഗ് എന്ന് പറയാനില്ല, അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇത്. ഓക്കെ, അത് ക്ലോസ് ചെയ്യേണ്ട ഫോർമാറ്റാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ കമൻസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ഇത് ഷോർട്ട് കട്ട്സ് പറഞ്ഞുതരാം. ഇത് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കൊണ്ടുപോയിടാൻ പറ്റും. നമുക്കിത് ഓരോന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് കമൻ്റ് ആക്കാം. ഈ ഒരു ഇമേജ് എനിക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണ്ട, എന്നാലത് എൻ്റെ ഒരു ടെസ്റ്റിംഗ് പർപ്പസോ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നീട് അത് എനിക്ക് എന്ത് ചെയ്യണം, അവിടെ ഡിസ്പ്ലേ ചെയ്യും വേണം. അങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ഇമാജിൻ്റെ ടാഗ് ഉണ്ടല്ലോ, ഇതാണ് നമ്മളെ ഇമാജിൻ്റെ ടാഗ്. അത്രയും ടാഗ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം Ctrl/ നിൽക്കുക. ഓക്കെ, അത്രയും ഏരിയ സെലക്ട് ചെയ്തിട്ട് Ctrl/ അടിച്ചിട്ട് സേവ് ചെയ്താൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഇമേജ് ടാഗ് കമൻ്റ് ആയി കിടക്കും. നമ്മൾ HTML ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾക്ക് അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കൂല. ഇനി അത് നമുക്ക് തിരിച്ച് അൺകമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മെത്തേഡാണുള്ളത്. ജസ്റ്റ് ഇപ്പോൾ കമൻ്റ് ആക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അൺഡു ചെയ്താൽ മതി. അതായത് Ctrl+Z ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ ലാസ്റ്റ് എന്താണോ ചെയ്തത് അതിനെ തിരിച്ചെടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത് മുന്നേ എപ്പോഴോ കമൻറ്റ് ചെയ്തിട്ടതാണ്, നമുക്ക് ഇപ്പോഴാണ് ഇത് അൺകമൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനത്തെ സ്റ്റേജ് വരുമ്പോൾ എന്ത് ചെയ്യുക, അത്രയും ഏരിയ ഒന്നും കൂടെ സെലക്ട് ചെയ്യുക, Ctrl/ ഒന്നും കൂടെ നിൽക്കുക. ഓക്കെ, ഈ Ctrl/ എന്ന് പറയുമ്പോൾ ആ സ്ലാഷ് എന്ന് പറയുന്നത് ഫോർവേഡ് / ആണ് കേട്ടോ. അതായത് CTRL+/. ഇതാണ് കമൻറ്റ് ചെയ്യാനും വേണ്ട ഷോർട്ട് കട്ട്സ്. ഓക്കെ, ഓക്കെ, കമൻറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ച്, ആ ബേർഡിൻ്റെ ഇമേജ് വീണ്ടും തിരിച്ചു വന്നു. ഇനി നമുക്ക് ഓക്കെ, ഓൾറെഡി ഞാൻ ഈ ഒരു BR ടാഗും കൂടെ ഇവിടെ കമൻറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, സേവ് ചെയ്തു. അതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ വന്ന്, ഔട്ട്പുട്ട് ഇവിടെ വന്നു. ഇനി എനിക്ക് ഇത്രയും പോർഷന് കമൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് Ctrl/ ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂല. ഓക്കെ, സേവ് ചെയ്ത നമുക്കറിയാം, ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഓപ്പണിങ് വന്ന് നേരെ ഫസ്റ്റ് ക്ലോസിങ് അവിടെ വരുന്നത്, ഇവിടെ ക്ലോസ് ചെയ്തു. പിന്നെ ഇവിടെ ഓപ്പണിങ് വന്നു, ഇവിടെ ക്ലോസ് ചെയ്തു. ഇവിടെ ഓപ്പണിങ് വന്നു, ഇവിടെ ക്ലോസ് ചെയ്തു. പിന്നെ ഇവിടെ എന്തോ ഒരു ആരോ മാർക്ക് വന്ന പോലെയാണ് എന്തിന് മനസ്സിലാവുക, നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുക. ഓക്കെ, കാരണം അതിൻ്റെ ഇടയ്ക്ക് കുറേ കമൻറ്റ്സ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസിങ് ടാഗ് മാത്രമേ നോക്കുള്ളൂ. ഇതിനെ മൈൻഡ് ചെയ്തിട്ടില്ല ആക്ച്വലി. ഇവിടെ എന്താണ്, ഇത് ജസ്റ്റ് കമൻറ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, പിന്നെ ക്ലോസിങ് ടാഗ് ഫസ്റ്റ് കാണുന്നത് ഇവിടെയാണ്. ഇതിനെ അത് മൈൻഡ് ചെയ്യൂല. ഓക്കെ, പിന്നെ കാണുന്നത് ഇത് ഓപ്പണിങ് ക്ലോസിങ്, പിന്നെ ഒരു എക്സ്ട്രാ ഒരു ക്ലോസിങ്. ഓക്കെ, നമ്മൾ ആ ഷോർട്ട് കട്ട് കൊടുത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ വർക്കിംഗ് അങ്ങനെയാണ് VS കോഡിൽ. ഓക്കെ, ഒരുവിധം പ്രോഗ്രാമിംഗ് ഒക്കെ സപ്പോർട്ടാവുന്ന പ്രോഗ്രാമിങ്ങിനായിട്ട് ഉള്ള ടെസ്റ്റ് എഡിറ്റേഴ്സിലൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് അൺകമൻറ്റ് ചെയ്യാന്ന് കൊടുത്താലും ചിലപ്പോൾ അത് കൊള്ളാം. ഇത്രയും പോർഷൻ സെലക്ട് ചെയ്തിട്ട് Ctrl/ നിൽക്കി.
ഓക്കെ ഓക്കെ കുഴപ്പമില്ല. ചില കേസിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, അതൊന്നുമില്ല, അത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ ഷഫിൾ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. എക്സ്ട്രാ ഒരു കമൻറ്റും കൂടെ ഇതിൻ്റെ ഇടയിൽ കയറി വരും. അതെ ഓക്കെ, ഇതുപോലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അത് നിങ്ങൾ കോഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ വൺസ് അങ്ങനെ കറക്റ്റ് പ്രോപ്പറായിട്ട് കമൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ Ctrl+Z നെക്കിയിട്ട് അൺഡു ചെയ്തിട്ട് പഴയ പോലെ തന്നെ ആക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ആ കോഡ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ നോക്കുക. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ 34 വരെയേ ഉള്ളൂ. ചിലപ്പോൾ 1000-2000 കണക്കിന് കോഡിൻ്റെ ഇടയിൽ ചെറിയൊരു 1000 to 500 to 1000 ആയിരിക്കും നിങ്ങൾ ഒറ്റയടിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇതേപോലെ നമുക്ക് യൂസേഴ്സിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ്സ് അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യും. അങ്ങനത്തെ ബ്ലോക്കൊക്കെ അതിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സിസ്റ്റം മൊത്തം ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഭാഗം തന്നെ അല്ല കമൻ്റ് ആയിട്ടുള്ളത് എന്ന് നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയും പോർഷൻ ഇവിടെ കമൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ കമൻറ്റിൻ്റെ മുകളിലുള്ളത് മാത്രം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എന്തായി, എല്ലാം കമൻ്റായി, നമ്മൾ പോർഷൻസ് ഒക്കെ കമൻ്റായി. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ എവരിവൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻ കേസ് ഇതല്ല വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള കമൻസ് ഒക്കെ റിമൂവ് ചെയ്യുക. ഈ കമൻറ്റ് റിമൂവ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിത് എൻ്റയർ ബ്ലോക്ക്, ഈ ഒരു ലൈന് മൊത്തം കമൻ്റാണ്, അത് മൊത്തം അൺകമൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സെലക്ട് ചെയ്യണം നിർബന്ധമല്ല. ഓക്കെ, മൾട്ടിപ്പിൾ ലൈനാണെങ്കിൽ എന്തായാലും സെലക്ട് ചെയ്യണം. സിംഗിൾ ലൈനാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കേഴ്സർ കൊണ്ടുവച്ചിട്ട് Ctrl/ നിൽക്കിയാൽ മതി. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ വന്നു. ഇത് ഞാനൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ കൊടുത്തതായിരുന്നു, എങ്ങനെയാണ് കമൻറ്റ് ഓപ്പണിങ്, എങ്ങനെയാണ് കമൻറ്റ് ക്ലോസിങ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് ആക്ച്വലി അവിടെ കാണേണ്ടതില്ല. ഓക്കെ, ഇനി ഇത്രയും പോർഷനാണ് നമുക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്യുക, Ctrl/ കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇത് സംഭവിക്കും, നമ്മുടെ ഔട്ട്പുട്ടിൽ അതൊന്നും വരില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെക്കിംഗ് ഒക്കെ ഈ ഒരു രീതിയിലാണ് നോക്കുക, പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് ഒക്കെ. വേറെ അഡീഷണൽ ആയിട്ട് കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പ്രോഗ്രാമിംഗ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ ഒരു മിനിമം ബേസിക് നോളേജ് വെച്ചിട്ട് തന്നെ നമുക്ക് എത്ര വലിയ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് വേണമെങ്കിലും നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റാവുന്നത് തന്നെ ഉള്ളൂ ഈ ഒരു കമൻറ്റിൻ്റെ ഒരു യൂസേജ് വെച്ചിട്ട്. ഓക്കെ, അപ്പം ഞാൻ അൺകമൻറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ യൂസർക്ക് വരുന്ന ഒരു ഇൻഫർമേഷൻ മാത്രം കമൻറ്റ് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് ഫോർ യൂസർ, ദിസ് ഈസ് ഓക്കെ, യൂസർക്ക് കൊടുക്കാൻ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കമൻ്റ് ആക്കി വെച്ചിട്ടുള്ള കുറച്ച് ലൈൻസ് ആണിത്. ഓക്കെ, കമൻസിൻ്റെ പോർഷൻ എല്ലാവർക്കും മനസ്സിലായോ? അല്ലെങ്കിൽ ഒന്ന് പറയാം. ആർക്കെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കമൻസിൻ്റെ ഏരിയയിൽ? ഷോർട്ട് കട്ട് Ctrl+/ പ്ലസ് അവിടെ ടൈപ്പ് ചെയ്യണ്ട, Ctrl/. എങ്ങനെ Ctrl+KC കമന്റ് ആണോ? Ctrl+KCയോ? Ctrl+KC 3 ലെറ്റർ അതുകൊണ്ടല്ലോ. ഞാനതാ യൂസ് ചെയ്തു. 3 കീന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങളെ ഒരു കംഫർട്ടിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു അറിവും കൂടെ കിട്ടി. Ctrl/ or Ctrl+K+ എന്ത് C. ഇത് അൺകമന്റ് ചെയ്യാൻ Ctrl+KD ആണ് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കാം. Ctrl+KC കമന്റ് ചെയ്ത് Ctrl+KC അടിച്ചാൽ തന്നെ ആവുന്നുണ്ട് കേട്ടോ. ഡി എടുത്തപ്പോൾ വരുന്നില്ല. ഡി വേറെ, Ctrl+D പറഞ്ഞ വേറെ ഒരു ഷോർട്ട് കട്ടാണ്.
നമ്മൾ ആ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വേർഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. കൺട്രോൾ ഡി നമ്മള് സെലക്ട് ചെയ്ത വേർഡ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അല്ലേ? സെർച്ചും ചെയ്യാം. അത് ഇതിപ്പോ ഞാൻ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലല്ലോ. കൺട്രോൾ ഡി കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? അതിന്റെ അടുത്തുള്ള വേർഡ് ഏതാണ് അത് സെലക്ട് ആയി. ഇനി ഒന്നും കൂടെ നിൽക്കുക, ഈ സെലക്ട് ചെയ്തിട്ടുള്ള വേർഡിന് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതും സെലക്ട് ആവും. ഓക്കെ, ഇങ്ങനെ വരുന്നത്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഈ ഷോർട്ട് കട്ടിന്റെ ഭാഗം Ctrl+/ or Ctrl+K+C, കമന്റിങ് ആൻഡ് അൺകമന്റ്. നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഓരോ കേസ് വരിക. അപ്പൊ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ട്രൈ ചെയ്ത് ഔട്ട്പുട്ടൊക്കെ പ്രോപ്പറായിട്ട് കിട്ടി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഹാൻഡ് ഡൗൺ ചെയ്യുക. ജസ്റ്റ് എന്തെങ്കിലും ഒരു പേജ് മതി കേട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. മെയിനായിട്ട് നിങ്ങൾ ആ ഷോർട്ട് കട്ട്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അബൂ ഫാസിൽ ആരായിരുന്നു? ഞാൻ രചന. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ പേഴ്സണൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ? പേഴ്സണൽ അക്കൗണ്ട് ഫോണിലാണ്, അനിയന്റെ ലാപ്പ് ആയതുകൊണ്ട്. അല്ല, പ്രൊഫൈല് ഇതിലല്ലേ ക്രിയേറ്റ് ചെയ്തെന്നാ ഞാന്? ഞാൻ പെട്ടെന്ന് എടുത്തപ്പോ പിന്നെ ഇതെടുത്തത് ടൈം ആവും ചെയ്തിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഇത് നോട്ട് ചെയ്യട്ടെ. അഫീഫ ജോയിൻ ചെയ്തല്ലോ അല്ലേ? രചന വീഡിയോ ഒന്ന് ഓഫ് ചെയ്യോ? മേ ബി അത് ഡാറ്റ വല്ലാണ്ട് വലിക്കും. വീഡിയോ ഓഫ് ചെയ്യോ? ഓക്കെ, വെറുതെ ഡാറ്റ മേ ബി ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും കഴിഞ്ഞല്ലോ അല്ലേ? അഫീഫാന്റെ കഴിഞ്ഞോ? എന്തായി? എന്റെ ലാപ്പില് നെറ്റ് പറ്റണില്ല, അവിടെ റേഞ്ച് കമ്മിയാണ്. ഇതിന് നെറ്റ് വേണ്ട ആക്ച്വലി. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇമേജ് സെർച്ച് ചെയ്ത് ഒരു ഇമേജിന്റെ ലിങ്ക് കൊടുക്കുക, അതൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യണത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാപ്പിന്ന് ഹാങ് അപ്പൊ അത് എടുത്തിട്ടില്ല ഞാൻ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോക്ക. അപ്പൊ എന്താ കൈ പൊക്കി നിക്കണേ? അപ്പൊ ഞാന് കൈ റൈസ് ചെയ്യാൻ പറഞ്ഞപ്പോ അങ്ങനെ കൈ റൈസ് ചെയ്യാൻ. ഓക്കെ, അത് കമന്റ് ചെയ്തതിനു ശേഷം കൈ ഡൗൺ ചെയ്യാനാ പറഞ്ഞേ, അതുവരെ റൈസ് ചെയ്യാ. ഓക്കെ, അപ്പൊ വർക്കൗട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാനാ മറ്റേ എന്താണ് ഇത് കേറ്റിക്കണു, അതില് ആപ്പില്ലേ സോളോയിലാണ്, അതെ, അത് കേറ്റിട്ടുണ്ട്. പക്ഷെ അതില് എന്തോ പ്രോ വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അത് സ്കിപ്പ് ചെയ്താൽ മതി, ഫ്രീ വേർഷൻ ഉണ്ടാവും. എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, സ്കിപ്പ് എന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. റെക്കോർഡ് ചെയ്തിട്ടില്ലേ? അത് ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസത്തിന്റെ ഉള്ളിൽ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഡാറ്റ കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ,
അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആരൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു സെക്ഷന്റെ കൂടെ? ഹലോ, എന്റെ ലാപ്പ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ച് സ്ലോ ആണ്. ഓക്കെ. ഇനി ആതിര, ഫർസീന, ആഫിറ, ജസ്ന. ചെയ്യുന്നുണ്ട്. ഓക്കെ. ചെയ്ത് നോക്കുന്നുണ്ട്. ഫർസീന, ആഫിറ. ഞാന് റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ലാപ്പ് ഓൺ ആക്കിയിട്ടില്ല. പിന്നെ അത് എനിക്ക് അധീന ഭാഗമായ കൊണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. എന്ത് ആഫിറ ചെയ്യുന്നില്ല? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഞാൻ എന്തെങ്കിലും ടാസ്ക് തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ. റൈസ് ചെയ്തിട്ട് ടാസ്ക് കഴിഞ്ഞു എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാൻഡ് ഡൗൺ ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെക്ഷന് നമ്മളെ CSSലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഈ കമന്റ് ചെയ്ത പോർഷൻസ് ഒന്നും ഇപ്പൊ ഞാൻ ഓക്കെ അതവിടെ അങ്ങനെ തന്നെ കടന്നോട്ടെ. ഓക്കെ. ഈ ഒരു ഹൗ ആർ യു ഇതൊക്കെ ഞാൻ സിംഗിൾ കമന്റ് ആക്കി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അതൊന്നും വേണ്ട. ഇനി കമന്റ് പഠിച്ചതിന്റെ പ്രൂഫായിട്ട് അതവിടെ കടന്നോട്ടെ. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് CSS. ഇപ്പൊ നമ്മളെ മുമ്പിൽ കാണുന്ന എന്താ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് കാണുന്നത്, അതായത് ഒരു വെബ് പേജ്. നമുക്കിനി CSS വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ഫോണ്ടിന്റെ നമ്മൾ ഇതിൽ കൊടുക്കുന്ന ടെക്സ്റ്റിന്റെ ഫോണ്ട് മാറ്റാം, കളർ മാറ്റാം, അതിന് ബാക്ക്ഗ്രൗണ്ട് ഇടാം. നമുക്ക് അഡീഷണൽ ആയിട്ട് ഓരോ ബ്ലോക്ക്, ഓരോ ഷേപ്പുകളൊക്കെ CSS വെച്ച് വരക്കാൻ പറ്റും. നമുക്ക് ആനിമേഷൻ കൊടുക്കാം. ഒരു ബ്ലോക്ക് ഓരോ സമയമാകുമ്പോൾ ഇന്ന ഭാഗത്തോട്ട് മൂവ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റൊട്ടേറ്റ് ചെയ്യാം. അതിന് പല നമ്മളെ അനിമേഷൻ നമുക്ക് മൊബൈലിലൊക്കെ കാണൂല കുറേ അനിമേഷനും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് ഈ CSS വെച്ചിട്ട് ഒരുവിധം ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ നമുക്ക് ബേസിക് ലെവൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എങ്ങനെയാണ് CSS നമുക്ക് ഈ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങൾ ആദ്യം ആ രീതിയിൽ നോക്കാം. ഓക്കെ. പിന്നെ എങ്ങനെയാണ് CSS ഫയൽ എഴുതുക, ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ റെഫറൻസ് വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ. നമ്മുടെ റെഫറൻസ് വെബ്സൈറ്റ് ഏതാണ്, മറന്നോ? അതെ, W3 സ്കൂൾ. ഓക്കെ. ഇത് മറക്കരുത് കേട്ടോ. ഓക്കെ. W3 സ്കൂൾസ് ആണ് കേട്ടോ. ഓക്കെ. അതിൽ നമുക്ക് ചൂസ് ചെയ്യേണ്ട നമ്മളെ ട്യൂട്ടോറിയൽ ഏതാ HTML ആണ്. ഇതിൽ ലേൺ CSS പറഞ്ഞൊരു എൻ്റയർ സെക്ഷൻ ഉണ്ട്. കാരണം നമുക്ക് അത് CSS എന്ന് പറയുമ്പോൾ അത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കണ്ടോ, അത്രയും കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണ്, നമുക്ക് ഈ ഒരു വെബ് ഡെവലപ്മെന്റ് കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് നോളേജ് ആണ് ഇപ്പോൾ വേണ്ടത്. കംപ്ലീറ്റ് CSS A to Z പഠിക്കാനുള്ള ഒരു ടൈമില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വർക്കിംഗ് എങ്ങനെയാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പിന്നീട് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അതങ്ങനെ റെഫർ ചെയ്ത് പോവുക. ഓക്കെ. ഇപ്പം എങ്ങനെയാണ് CSSലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ. ഇപ്പം ഈ ഒരു വെബ്സൈറ്റിൻ്റെ CSS ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. മേ ബി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് കണ്ടോ, ഇതാണ് ഇപ്പോൾ W3 സ്കൂളിൻ്റെ CSS ഇല്ലാത്ത ഒരു രൂപം. കാണുന്നില്ലേ? ഓക്കെ ഓക്കെ. അതിന് CSS കൊടുത്തപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് ഈ ഒരു സംഭവം. അപ്പം മനസ്സിലായോ നമ്മളെ CSSന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന്? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, CSSന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാം. HTML ഉണ്ടാവും CSSന്റെ സ്റ്റൈൽസ്. ഓക്കെ.
നമ്മൾ പോകുന്നത് HTML ഒരു CSS പറഞ്ഞ് ഒരു ഏരിയ ഉണ്ട്, അതിലേക്കൊക്കെ ആയിരിക്കും. അതുപോലെ HTML സ്റ്റൈൽസ്, ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ കണ്ടില്ലേ, ഐ ആം റെഡ്, ഐ ആം ബ്ലൂ, ഐ ആം ബിഗ്. ഓക്കെ, ഇതെന്താണ്, ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ത്രൂ, അതായത് ഈ ഒരു W3 സ്കൂൾ ത്രൂ എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം, എങ്ങനെ എന്താണ് ഇത് എന്നുള്ളതിനെയാണ് കൂടുതലായിട്ട് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ബുക്കിലൊക്കെ, നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതിനെ പറ്റി തന്നെ ഉണ്ടാവും ഒരു 3-4 പേജ്. നമുക്ക് ഇവിടെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ല. പക്ഷെ നമുക്ക് എന്താണോ ആവശ്യം, നമ്മൾ ഡെവലപ്പേഴ്സാണ്, നമുക്ക് തീരെ ടൈം കിട്ടില്ല. ഒരു കാര്യം ഡെവലപ്പ് ചെയ്യേണ്ട സമയത്ത് മേ ബി നമുക്ക് വല്ലാണ്ട് ടൈമൊന്നും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് ആ ഔട്ട്പുട്ട് പെട്ടെന്ന് എത്തണം. അപ്പം നമുക്കൊരു ബുക്ക് വായിക്കണ പോലെ 3-4 പേജ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ കോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലയൻറ്റൊക്കെ പ്രൊജക്റ്റൊക്കെ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ടാകും ഈ ഒരു W3 സ്കൂളിൽ വരുന്ന ഈ പ്രോഗ്രാമിങ്ങിൻ്റെ കോഴ്സിലൊക്കെ. ഓക്കെ ഓക്കെ, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആട്രിബ്യൂട്ടിനെ പറ്റിയിട്ട്. നമുക്കറിയാവുന്ന ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ്? ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് പറയുന്നത് ഒരു ആട്രിബ്യൂട്ടാണ്. ഹൈറ്റ് എന്താ വെച്ചാൽ അത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങളിപ്പോൾ അത് ബോധർ ചെയ്യണ്ട. ഇമേജ് ടാഗിന് വരുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ഹൈറ്റ്, SRC. പിന്നെ ഇൻപുട്ട് ടൈപ്പ്, ഇൻപുട്ട് പറഞ്ഞ ടാഗിന് വരുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ്. ഓക്കെ, അതേപോലെ തന്നെ എ ടാഗിന് വരുന്ന ഒരു ആട്രിബ്യൂട്ടാണ് href. ഓക്കെ, പിന്നെ ഒരുവിധം പെട്ട എല്ലാ ടാഗിനും വരുന്ന കുറച്ച് ആട്രിബ്യൂട്ട് ഉണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതി തരാം. ഒന്ന് നെയിമാണ്. ഓക്കെ, നമ്മൾ ആ ഒരു ടാഗിന് നമ്മളായിട്ട് കൊടുക്കുന്ന ഒരു നെയിം എന്നുള്ള രീതിയിലേക്ക്. ഓക്കെ, പിന്നെ വരുന്നത് ID. ഓക്കെ, നമുക്കൊക്കെ ഓരോരുത്തർക്കും അറിയാം, നമുക്ക് ഓരോരുത്തർക്കൊക്കെ ആധാർ കാർഡിൽ യുണീക്ക് ID ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു ID വെച്ചാൽ ഒരു യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഒരു സംഭവം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ടാഗിന് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. നമ്മൾ മുമ്പ് റേഡിയോ ബട്ടണിൽ എന്ത് കണ്ട്, ഇവിടെ ജെൻഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റേഡിയോ ബട്ടണിൽ 3-4 റേഡിയോ ബട്ടൺ ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനും നെയിം ജെൻഡർ കൊടുത്താൽ അറ്റ് എ ടൈം ഒന്ന് മാത്രമേ സെലക്ട് ആവുള്ളൂ. ഓക്കെ, ആ ഒരു സെലക്ഷൻ അങ്ങനെ ഒന്ന് മാത്രം സെലക്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം ആട്രിബ്യൂട്ടിൽ എന്ത് കൊടുത്തിട്ടുള്ളത്, സെയിം നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജെൻഡർ ആണെങ്കിൽ ജെൻഡർ, അങ്ങനെ ഏകദേശം ഇത്. ഓക്കെ, അതേപോലെ ID നമുക്കറിയാം എന്തിനാണ്, ഒരു യുണീക്കായിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നെയിമും ID തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ മേ ബി മൾട്ടിപ്പിൾ നെയിം ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ മുമ്പത്തെ റേഡിയോ ബട്ടൻ്റെ കേസ് പറയുകയാണെങ്കിൽ നെയിമിൽ ജെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള 2 റേഡിയോ ബട്ടൺ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം മൾട്ടിപ്പിൾ സെയിം നെയിമുള്ള ആട്രിബ്യൂട്ട് വരാം. ഓക്കെ, പക്ഷെ ID ടാഗിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ വരുത്താൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പർപ്പസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ക്ലാസ്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ട് എല്ലാ ടാഗിനും ഉണ്ടാവും. പക്ഷെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുത്താൽ മതി. നേരെ മറിച്ച് ഈ SRC ഒന്നും എല്ലാ ടാഗിനും ഉണ്ടാവില്ല. ഓക്കെ, SRC ഇമേജിന് അങ്ങനെ കുറച്ച് എല്ലാവിധ ടാഗിനൊന്നും ഇല്ല, കുറച്ച് ടാഗിനേ ഉള്ളൂ. അതുപോലെ തന്നെ href എ ടാഗിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ 3 ടാഗും ഹിഡൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. ഓപ്ഷണലായിട്ട് വരുന്ന ഒരു കോമൺ ടാഗാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ HTML സ്റ്റൈൽ ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എലമെൻറ്റിന് കളർ കൊടുക്കാൻ പറ്റും, ഫോണ്ട് കൊടുക്കാൻ പറ്റും, അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. CSSൽ വരുന്ന ഒരുവിധം എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് ആ ഒരു സ്റ്റൈൽ ആട്രിബ്യൂട്ട് വെച്ചിട്ട് ആ ഒരു എലമെൻറ്റിന് കൊടുക്കാൻ പറ്റും. ഇതെന്താണ്, ഒരു എലമെൻ്റാണ്. എലമെൻറ്റിൻ്റെ ഉള്ളിലുള്ള കണ്ടൻ്റാണ് ഐ ആം റെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ സ്റ്റൈൽ ചെയ്തിട്ടാണ് ഐ ആം റെഡ് എന്നുള്ള ഫോണ്ട്, ആ എഴുത്ത് എന്ത് വന്നിട്ടുള്ളത്, റെഡ് കളറിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് അതേപോലെ ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ബ്ലൂ വരാൻ കാരണം എന്താ, അതിൻ്റെ കളർ ബ്ലൂ ആയിട്ട് സെറ്റ്, സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കളർ ബ്ലൂ ആണ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് അത് ബ്ലൂ കളറിൽ വരുന്നത്. പിന്നെ ഐ ആം ബിഗ് വരാൻ കാരണം
മേ ബി ചിലപ്പോൾ അത് H1 കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിൽ എൻ്റെ ഒരു ഊഹം പ്രകാരം ഇതിൽ H1 കൊടുത്തിട്ടുണ്ടാവില്ല. പകരം എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിനി ഈ ഒരു ഇതിപ്പോൾ കണ്ടില്ല, എക്സാമ്പിൾ എന്നാണ്. ഓക്കെ, ഇവിടെ ട്രൈ ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞൊരു ബട്ടനും ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണും? ഞാൻ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് തരാം. നിങ്ങൾക്ക് മേ ബി റെഫറൻസിന് അത് ഉപകാരപ്പെടും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ട്രൈ ഇറ്റ് യുവർ സെൽഫ് എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതുപോലെ ഒരു വിൻഡോ. ഇതിപ്പോൾ ഞാൻ ഏകദേശം കോഡും ഔട്ട്പുട്ടും കാണിക്കുന്ന അതേ ഒരു രൂപത്തിൽ തന്നെയാണ് ഇവരിത് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? കോഡുണ്ട്. റൈറ്റ് സൈഡിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, ഇനി ഇതെന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഒരു പി ടാഗ് ആണ്. പി പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് ടാഗ്. അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. പി ടാഗിൻ്റെ ഉള്ളിൽ ഒരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പി ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ അടുത്ത ലൈനിലാണ് വരിക. നമ്മൾ എക്സ്ട്രാ PR കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടി അതിന് വരുന്നുണ്ടാവും നോർമൽ ടാഗിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണം പി ടാഗും ലാബലും ഡിവും സ്പാനൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് കൊടുക്കുക. ഓക്കെ, H1, H2, H3 അങ്ങനെ H6 വരെ ഒക്കെ അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇതാണ് ഒരു നോർമൽ ടാഗ്. അത് ഐ ആം നോർമൽ എന്ന് പറഞ്ഞിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കണ്ടില്ലേ? ഒരു പി ടാഗിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? കളർ കോളൻ റെഡ്. കളർ കോളൻ റെഡ് എന്ന് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് റെഡ് കളറിൽ വന്ന്. ബ്ലൂ കൊടുത്തപ്പോൾ ബ്ലൂ കളറിൽ വന്ന്. ഫോണ്ട് സൈസ് മാറ്റാൻ വേണ്ടിയിട്ട് ഫോണ്ട് സൈസ് കൊടുത്തപ്പോൾ ഐ ആം ബിഗ് എന്നുള്ളത് നല്ല സൈസിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ ഓരോ പ്രോപ്പർട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ എനിക്ക് ഈ ഐ ആം ബിഗ് എന്ന് പറഞ്ഞത് എന്ത് ചെയ്യണം? എനിക്കൊരു റെഡ് കളറിൽ കാണിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഈ റെഡ് കളറിൻ്റെ പോർഷൻ കളർ കോളൻ റെഡ് എന്ന് എഴുതി സെമി കോളൻ ഇട്ടിട്ടുണ്ടല്ലോ, അത് അവിടെ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൽ നമ്മൾ ലൈവ് സെർവറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൽ റൺ ചെയ്യേണ്ട രീതി ഈ റൺ ബട്ടൺ നെക്കണം. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതെന്തായി? ഐ ആം റെഡ് ബിഗ് എന്നുള്ളത് എന്തായി? റെഡ് കളറിൽ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ അത്യാവശ്യം പഠിക്കാനുണ്ട്. നിങ്ങൾ കൂടുതൽ മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ? സ്റ്റൈൽ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിൻ്റെ വാല്യൂവിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ ചേഞ്ചസ് വരും. ഓക്കെ, എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഈ ഒരു ഏരിയ എന്നിട്ട് മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഇതിന്റെ സൈസ് ആണ് ടെക്സ്റ്റ് സൈസ് കൂട്ടിയതും വ്യക്തമാണില്ല. മനസ്സിലവര് കൈ ഡൗൺ ചെയ്തോ? ഓക്കെ, ഞാൻ ഓരോരുത്തരിലേക്ക് വരാം. ആദ്യം രചന അല്ലേ? ഓക്കെ, ചോദിച്ചോളൂ. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ അവര് ചോദിച്ചത് സെയിം ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നുണ്ട്. സൈസ് കൊടുത്തത് ഈ ബിഗിന്റെ സൈസ് ചെയ്തതാണോ? ഇത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് അവര് വേറെ എല്ലായിടത്തും കളറല്ലേ കൊടുത്തിട്ടുള്ളത്. ഇതിനൊരു വെറൈറ്റി പിടിച്ചതാണ് ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് ഇനി കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇപ്പൊ 500 കൊടുത്തിട്ട് റൺ ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? അവിടെ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? വല്ലാണ്ട് വലുതായി പോയി. ഒരു 100-ലൊക്കെ പിടിച്ചു കഴിഞ്ഞാല് കുറച്ച് വലുതാവും.
ഇനിയിപ്പോൾ നമുക്കത് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കും ചെയ്യാം. നോർമലി ഇതിൽ കാണിക്കുന്ന ഒരു സൈസ് 12 തോന്നുന്നുണ്ട്. ഇപ്പൊ 10VX കൊടുത്തപ്പോൾ വളരെ ചെറുതായി. 12 അല്ല, 14 ആയിരിക്കും. എനിക്ക് അറിയില്ല, കറക്റ്റ് അറിയുന്നില്ല. ട്രൈ ചെയ്ത് നോക്കന്നെ. ഓക്കെ, ഏകദേശം ഒരു 18 20 കൊടുത്തപ്പോൾ എങ്ങനെയാണ് 18 ആയിരിക്കും മേ ബി അവരെ ഡിഫോൾട്ട് വലിപ്പം. ഓക്കെ, കുഴപ്പമില്ല, ഏകദേശം സിമിലർ ആണ്. അല്ലെങ്കിൽ 14 ഓക്കെ 16 അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, നമ്മളത് കണ്ടുപിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന UI പ്രകാരം നമ്മൾ ചെയ്യാം. 16 ആണ് ഡിഫോൾട്ട്. ഓക്കെ, ഇനി ആരോ കൈ പൊക്കിയല്ലോ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഇതിന്റെ ബാക്കി റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോവാണ്. ഹലോ, ആർക്കും ഡൗട്ട് ഇല്ല വിചാരിക്കണു. നമുക്കിനി നമ്മളെ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോവാം. ഞാൻ തൽക്കാലം ഈ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് പോവാണ്. എന്തായാലും അതുവരെ വന്നതല്ലേ, നമുക്ക് ഇത്രയും പോർഷൻ മതി. നമ്മളെ പ്ലേ ഗ്രൗണ്ടിലെത്തി അവിടെ പേസ്റ്റ് ചെയ്തു, സേവ് ചെയ്തു നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്ത് സംഭവിച്ച് ആ കാര്യങ്ങളൊക്കെ വന്ന് ഐ ആം ബിഗ് എന്നുള്ള സാധനം, ഇതിന്റെ ഫോണ്ട് സൈസ് ഞാൻ 50 തന്നെ കൊടുത്ത് വില നിർത്തുകയാണ്. ഓക്കെ, ഇപ്പൊ എന്ത് സംഭവിച്ച് നമ്മുടെ ചെയ്യുന്ന കോഡിലേക്ക് എന്ത് വന്നിട്ടുണ്ട്, അവിടുത്തെ കോഡൊക്കെ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് എന്ത് വേണം, സ്റ്റൈൽ എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിരിക്കണം. ഏത് ടാഗ് ആണെന്നുണ്ടെങ്കിലും അതിന് സ്റ്റൈൽ എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിരിക്കണം. അതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ സപ്പോസ് H3 ആണ്, ദിസ് ഈസ് H3. ഓക്കെ, സേവ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ സൈസ് കുറച്ച് കൂട്ടണം, H1 ആയിക്കോട്ടെ തൽക്കാലം, നമുക്ക് കാണാൻ സുഖത്തിന് അതായിരിക്കും. ഓക്കെ, ഇതിപ്പോ എന്താ സംഭവിച്ച, ഒരു സിമ്പിൾ H3 ടാഗും H1 ടാഗും ആണ്. ഇതിന് കളർ അപ്ലൈ ചെയ്താൽ വർക്ക് ആവോ എന്നുള്ള കേസ് ആദ്യം നോക്കാം. തൽക്കാലം എന്ത് ചെയ്യാം, നമുക്ക് റെഡ് തന്നെ പിടിക്കാം. ഓക്കെ, അത് സേവ് ചെയ്തു. അതായത് ആ സ്റ്റൈൽ ടാഗ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, അത് റെഡ് കളറിലായി. ഓക്കെ, ഇനി ഇത് നമുക്ക് മാനുവലി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിയും. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആട്രിബ്യൂട്ട് നെയിം എന്താ, സ്റ്റൈൽ കൊടുത്തു. സ്റ്റൈലിന്റെ ഉള്ളിൽ ഇത് സജഷൻ നമ്മളെ VS കോഡ് തരും. നമ്മളിപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ആദ്യം ഇതിൽ എങ്ങനെ എഴുതുക എന്നുള്ള ഒരു കേസിനെ പറ്റി അവെയർ ആവണം. മേ ബി നമുക്ക് വല്ല മെഷീൻ ടെസ്റ്റ് ഒക്കെ തരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, അവരുടെ സിസ്റ്റത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവരുടെ ഇങ്ങനെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷെ നമുക്ക് എല്ലാം അറിയുണ്ടാവും. നമ്മൾ എഴുതും. ഇപ്പൊ കളർ, ഇപ്പൊ ഈ ഫോണ്ടിന്റെ കളർ മാറ്റാൻ എന്തോ കളർ നല്ലൊരു ആട്രിബ്യൂട്ട് ആയിരുന്നു തോന്നുന്നു. ഫോണ്ട് അല്ല, അപ്പൊ ഫോണ്ടിന്റെ കളറല്ല മാറ്റേണ്ട. അപ്പൊ ഫോണ്ട് കളർ എന്ന് കൊടുക്കുകയാണ് നമ്മൾ, ഫോണ്ട് ഐക്കൺ കളർ. ഇത് ആക്ച്വലി എന്താണ്, ഇത് വർക്ക് ആവൂല. എന്നിട്ട് റെഡും കൊടുത്ത്. ഓക്കെ, ചിലപ്പോൾ ഈ അണ്ടർലൈൻ ഒന്നും കാണുന്നില്ല എന്ന് വിചാരിക്കുക അവരെ മെഷീൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ സേവ് ചെയ്തിട്ട് ഇത് കളർ മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ടൈപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഫോണ്ട് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആക്ച്വലി ഇല്ല, അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല. സോറി, ആട്രിബ്യൂട്ട് അല്ല, ഇതാണ് ആട്രിബ്യൂട്ട്. ഇത് പറയുന്നത് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിക്കുന്നത് എന്താ, അൺനോൺ പ്രോപ്പർട്ടി ഫോണ്ട് കളർ. ഓക്കെ, CSS അൺനോൺ പ്രോപ്പർട്ടീസ്. അതൊക്കെ എന്താണ്, അതിൻ്റെ ഒരു നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു രീതിയാണ്. ഫോണ്ട് കളർ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി CSS-ൽ ഇല്ല എന്ന്. ഓക്കെ, പകരം എന്താണുള്ളത്, വെറും കളർ എന്ന് മാത്രമേ ഉള്ളത്. ഓക്കെ, സേവ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇതിനെങ്ങനെ എഴുതുന്നത്, സ്റ്റൈലിൻ്റെ ഉള്ളിൽ ഓരോ പ്രോപ്പർട്ടി എങ്ങനെ എഴുതുന്നത്, അത് പ്രോപ്പർട്ടി നെയിം കൊടുക്കുക. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കോളൻ ഇടുക. ആ കോളൻ ഇട്ടതിന് ശേഷം ഇവിടെ ഉണ്ടോ റെഡിന്ന്, ആ റെഡ് എന്താണ്, ആ ഏത് കളറാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനാണ്. ഒരുവിധപ്പെട്ട എല്ലാ കളേഴ്സും ഇങ്ങനെ നമുക്ക് റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വരും. ഓക്കെ, പിന്നെ വരുന്നത് ഈ റെഡ്, ഈ ബോക്സ് കണ്ടില്ലേ,
ഇത് നിങ്ങൾ വല്ലാണ്ട് കൺസിഡർ ചെയ്യേണ്ട, അത് VS കോഡിന്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, മേ ബി നമ്മൾ വല്ല എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴും അതിന്റെ കൂടെ വന്നതാവാം. ഓക്കെ, ഇത് ആക്ച്വലി ഇവിടെ ഇങ്ങനെ കളറൊന്നും കാണിക്കൂല. ഓക്കെ, നമ്മുടെ വേറെ വല്ല സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇത് കളർ വരുന്നില്ലല്ലോ, അതെന്തോ ബഗ്ഗായി എന്നൊന്നും വിചാരിക്കരുത്. VS കോഡ് അത്രയും നമുക്ക് എന്താക്കി തരികയാണ്, സിമ്പിളാക്കി തരികയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത് വരുന്നത്. കാരണം ഇത് ഓട്ടോമാറ്റിക് മനസ്സിലാക്കി. ഇപ്പം എന്താ കൊടുക്കുന്നത്, സ്റ്റൈൽ എന്നുള്ളൊരു ആട്രിബ്യൂട്ടിൻ്റെ ഉള്ളിൽ കളർ കൊടുത്തിട്ടുണ്ട്. ആ കളറിന്റെ വാല്യൂ റെഡ് ആണ്. ആ റെഡിന്റെ കളർ ഏതാണെന്നുള്ള രീതിയിൽ കാണിച്ചിട്ടാണ്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് വേറെ കളർ പിക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ എന്തായി, കളർ ആ റെഡിന്ന് പോയിട്ട് എന്തോന്ന് ഒരു RGB വാല്യൂ വന്നിട്ടുള്ളത്. RGB വാല്യൂ എന്താണ്, റെഡ്, ഗ്രീൻ, ബ്ലൂ. അതായത് 21 റെഡും 226 ഗ്രീനും 59 ബ്ലൂവും ആ കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളർ പറയുന്നത് ഈ ഒരു അങ്ങനെ മിക്സ് ചെയ്താലാണ് ഈ ഒരു കളറിലേക്ക് എത്തുന്നത്. ഓക്കെ, RGB വാല്യൂ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ RGB വാല്യൂ എല്ലാം കൂട്ടും കുറക്കണും ഇതിനനുസരിച്ച് എന്ത് സംഭവിക്കും, കളർ മാറുകയൊക്കെ ചെയ്യും. 3ഉം 000 എടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി, നമുക്ക് മൂന്നും ഇതിന്റെ മാക്സിമം വാല്യൂ കൊടുത്തപ്പോൾ, അതായത് 255 ആണ് മാക്സിമം വാല്യൂ പറഞ്ഞത്. അത് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, വൈറ്റിലേക്ക് വന്നു. എല്ലാം 0ലേക്ക് കൊടുത്താൽ എന്ത് സംഭവിച്ചു, ബ്ലാക്കിലേക്കും വന്നു. ഓക്കെ, ഇനി നമുക്ക് വേറെ രീതിയിലും ഈ കളറിന്റെ വാല്യൂവിനെ ഡിഫൈൻ ചെയ്യാം. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടിയും ഇതെങ്ങനെയാണ്, ഇതിന്റെ സിൻടാക്സ് എന്നൊക്കെ പറയും, ഇതെങ്ങനെയാണ് എഴുതുക, അതിന്റെ രൂപമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തരുന്ന ഒരു ഇൻഫോർമേഷൻ പോലെ എന്ത് ചെയ്യാം, നമുക്ക് കമന്റിൽ ഇട്ടേക്കാം. കമന്റ് എന്തായാലും നമ്മൾ പഠിച്ച് അത് ഇനി യൂസ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ കമന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ Ctrl/ കൊടുത്തപ്പോൾ കമന്റ് ബ്ലോക്ക് അവിടെ വന്നിട്ടുണ്ട്. ഷിഫ്റ്റ് ടാബ് നക്കി അതിനൊന്ന് അലൈൻ ചെയ്തു, ഒന്ന് എൻ്റർ അടിച്ച്, അതായത് ആ ഒരു ലൈൻ എൻട്രി അല്ലേ, അതിൻ്റെ ഇനി കംപ്ലീറ്റ് അതിൽ കൊണ്ടില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ്. ഓക്കെ, ടു ഡിഫൈൻ എ സ്റ്റൈൽ പ്രോപ്പർട്ടി syntax for style property. ഓക്കെ, സിൻടാക്സ് ഫോർ സ്റ്റൈൽ പ്രോപ്പർട്ടി അതെങ്ങനെയാണ്, ആദ്യം പ്രോപ്പർട്ടി നെയിം എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെപ്പറേറ്റഡ് ബൈ കോളൻ, അതായത് 2 കുത്ത്. ദെൻ പ്രോപ്പർട്ടി വാല്യൂ, പ്രോപ്പർട്ടി നെയിം സെപ്പറേറ്റഡ് ബൈ കോളൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നെയിമിനെ എന്ത് ചെയ്യുക, കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വരിക. അപ്പം നമുക്കത് വേണ്ട. പ്രോപ്പർട്ടി നെയിം ദെൻ കോളൻ ദെൻ പ്രോപ്പർട്ടി വാല്യൂ. എക്സാമ്പിൾ നെയിം വേണ്ട, കളറിൽ തന്നെ പിടിക്കാം. കളർ കോളൻ റെഡ്. ഇതാണ് എന്ത്, നമുക്ക് CSSൽ ഒരു സ്റ്റൈല് കൊടുക്കേണ്ട ഒരു ഫോർമാറ്റ്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, അതിന് ശേഷം ഒന്നും കൂടെ ഉണ്ട്. ദെൻ സെമികോളൻ, അതായത് ഒരു കുത്ത് ഒരു കോമ. ഓക്കെ, ഒരു ഡോട്ടും ഒരു കോമയും സെപ്പറേറ്റ് ഇടണ്ട, സെമികോളന് ഇട്ടാൽ മതി, കുത്ത് കോമ എന്നുള്ള രീതിയിൽ. നമ്മൾ എഴുതുമ്പോൾ കുത്ത് കോമ എന്നൊക്കെ പറയും, കമ്പ്യൂട്ടറിൽ ഒരൊറ്റ കീ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതെന്ത് ചെയ്യുക, ഇവിടെയും കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, if we have multiple properties for an element, then it is as shown below. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർട്ടിക്ക് ഒരു എലമെന്റിന് മൾട്ടിപ്പിൾ
സ്റ്റൈൽ പ്രോപ്പർട്ടീസ് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കത് കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടണം. അതായത് ഇതൊരു പ്രോപ്പർട്ടി എഴുതി അതിന് ശേഷം ഈ കോളൻ മസ്റ്റാണ്. നേരെ മറിച്ച് ഈ സിംഗിൾ ഇതിനാണെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമല്ല തോന്നുന്നുണ്ട്. നോക്കി നോക്കാം. ഓക്കെ, ഇതിലെന്താണ്, ഒരു സിംഗിൾ പ്രോപ്പർട്ടി മാത്രമേ വരുന്നുള്ളൂ. അതിന് കോമന്റെ ആവശ്യം നിർബന്ധമല്ല. ഇതിലും കണ്ടോ, ബ്ലൂക്കും സേവ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഇവിടെ നമ്മളിത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ എററാപ്പത്തിന് അടിച്ച്. ഓക്കെ, ഈ എറർ അടിച്ചെന്ന് പറഞ്ഞത് ഈ VS Code ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ നോട്ട് പാഡിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് എററൊന്നും ഇവിടെ വരുമല്ലോ. പക്ഷെ ഔട്ട്പുട്ടിൽ വൃത്തിക്ക് ഔട്ട്പുട്ട് വരില്ല. ഓക്കെ, ഇവിടെ ഈ കോമ അത്രയും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതായത് കോമ അല്ല, സെമി കോളൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി നെയിം കോളൻ പ്രോപ്പർട്ടി വാല്യൂ ദെൻ സെമി കോളൻ ഒന്നിടുക. പിന്നെ എന്ത് ചെയ്യുക, ഈ സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ. ഫോർ എക്സാമ്പിൾ കളർ റെഡ് കോളൻ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അത് ഞാനിവിടെ യൂസ് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ട് ഐഫൺ കളർ, അത് യെല്ലോ സെമി കോളൻ. ഇനി അത് ഫോണ്ട് സൈസ് ആയിക്കോട്ടെ. ഫോണ്ട് ഐഫൺ സൈസ് ഒരു 20px സെമി കോളൻ. സെമി കോളൻ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുക. ഇനി അത് കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ട് നോക്കാം എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് കാണുന്നുണ്ടല്ലേ, നമുക്ക് ഈ ഒരു ടാഗ് ഓപ്പൺ, അതായത് ഈ ഒരു ആട്രിബ്യൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റർ അടിച്ചു കഴിഞ്ഞാലൊക്കെ അത് അതിനകത്ത് വരുന്ന രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് ഓരോന്നും ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ചിലവർക്ക് എന്ത് ചെയ്യും, ഇതായിരിക്കും ഒരു കൺവീനിയൻസ് വരിക, റീഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു സുഖം. ചിലവർക്ക് എങ്ങനെയായിരിക്കും, ഇതിങ്ങനെ കുറേ ലൈന് കൂടുന്നുണ്ട്, അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ട് ചിലർക്ക് തോന്നും. അപ്പോൾ ചിലവരെന്ത് ചെയ്യും, ഈ ഒരു രൂപത്തിലായിരിക്കും കോഡ് ചെയ്യുന്നുണ്ടാവുക. ഓരോ ടൈപ്പ് ഫോർമാറ്റിംഗ് ആണ് കേട്ടോ. ചിലവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ ഒരു ഏരിയ കോഡ് ചെയ്യാൻ. ഇതേപോലത്തെ ഒരു അടുത്ത സ്പേസ് വേറെ ഉണ്ടാവും, അത് നമുക്ക് വേറെ സ്ക്രീന് 3ഉം 4 ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, നമുക്ക് കൂടുതൽ കോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ HTML CSS JavaScript 3ഉം അറ്റ് എ ടൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഇത്രയും പോർഷന് HTML-നും ഒരു നടുക്ക് ഇല്ല ഇത്ര പോർഷന് CSS-നും ഇത്ര പോർഷന് JavaScript-നും അങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ കോഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒരു കൺവീനിയൻസ് വരും. അപ്പം അതിനനുസരിച്ച് ഓരെന്ത് ചെയ്യും, ഒരു മാർജിനൊക്കെ ഇട്ടേക്കും. ആ മാർജിൻ ഇട്ട് വെച്ചാൽ ആ മാർജിൻ്റെ അപ്പുറത്തേക്ക് എക്സീഡ് ചെയ്യാൻ പറ്റില്ല. ആ ചില കമ്പനിയിൽ അങ്ങനെയൊക്കെ സ്റ്റാൻഡേർഡ് വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഈ ഒരു രൂപത്തിലൊക്കെ ആയിരിക്കും കോഡ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ ചിലപ്പോൾ വല്ല ഫോർമാറ്റ് ചെയ്യുന്ന ഒരു ടൂളൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഫോർമാറ്റ് ചെയ്യുന്ന രീതിനനുസരിച്ച് മേ ബി അത് സ്റ്റൈലിൽ വരുന്ന ഓരോന്നും സെപ്പറേറ്റ് ലൈനിലൊക്കെ ആയിട്ട് വരും. ഓക്കെ, അതൊക്കെ പിന്നെ നിങ്ങൾ കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വഴിയെ. അപ്പോൾ നമുക്ക് അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമില്ല. ഇപ്പോൾ നമ്മൾ കൊടുത്ത പ്രോപ്പർട്ടീസ് ഇങ്ങനെ ഞാനിവിടെ കൊടുത്ത് അതങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്, അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ വന്നിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആക്കാം. ഓക്കെ, ബ്ലാക്ക് ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു, ബ്ലാക്കിൽ വന്നു. ഓക്കെ, ഫോണ്ട് സൈസ് ഇനി കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പം 100 ആക്കി കഴിഞ്ഞാൽ ഫോണ്ട് സൈസ് കൂടി. ഓക്കെ, അപ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് എങ്ങനെയാണ് സ്റ്റൈല് എന്നുള്ള ആട്രിബ്യൂട്ടിൽ വാല്യൂസ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് അതിൽ വരും എന്തൊക്കെയാണ്,
അതിൽ പ്രോപ്പർട്ടി നെയിം ഉണ്ട്. ആ പ്രോപ്പർട്ടി നെയിം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കോളൻ ഇടുക. ആ കോളൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വാല്യൂ എന്താണ് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിക്ക് എന്താ കൊടുക്കുന്നത് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ സെമി കോളൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഓരോ വാല്യൂസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്തും കളറാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു 50 px വന്നിട്ടുള്ളത്. എന്താണ് px, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട്. നമ്മൾക്ക് ഓരോ ഇത്ര മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ, ലിറ്റർ എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ ഒരു യൂണിറ്റ് ആണ് px പറയുന്നത്, പിക്സൽ എന്നുള്ളൊരു യൂണിറ്റ്. ഓക്കെ, px ഉണ്ട്, rm ഉണ്ട്, vh ഉണ്ട്, അങ്ങനെ കുറേ യൂണിറ്റ് ടൈപ്പുകളുണ്ട്. ഓക്കെ, നമുക്ക് വഴിയെ അതിൻ്റെ ഓരോന്നിൻ്റെ പർപ്പസ് എന്താ നിങ്ങൾ തന്നെ ഒന്ന് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പം നമുക്ക് px വെച്ചിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, കാരണം ഇതിനെ കുറിച്ചിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതിന് വേറെ സെക്ഷൻ വെക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്, നമ്മളെ ഈ പ്രോപ്പർട്ടീസ് എങ്ങനെ കൊടുക്കുക, അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഓവർവ്യൂ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ചില പ്രോപ്പർട്ടിൻ്റെ വാല്യൂസ് ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഫിക്സ്ഡ് മീൻസ് വെറും ഫിക്സ്ഡ് എഴുതി വെക്കുകയല്ല, അതിനായിട്ട് കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം നമ്മൾ അതന്നെ കൊടുക്കണം. ഇപ്പോൾ റെഡിൻ്റെ അവിടെ ഞാൻ കൊടുക്കുകയാണ്, ഡാർക്ക് റെഡൊക്കെ കൊടുത്താൽ ചിലപ്പോൾ അത് വന്നോളണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഡാർക്ക് ഇവിടെ വന്ന് റെഡ് അവിടെ വന്ന് കൂട്ടി എഴുതുമ്പോൾ അങ്ങനെ ഒരു കളർ ഉണ്ട്, ഡാർക്ക് റെഡ് വിത്ത് ബ്ലൂ. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കളർ കൊടുത്തതാണ്. കളറൊന്നുമില്ല, അങ്ങനെ കൊടുത്തു നോക്കി, വന്നില്ല. കാരണം അങ്ങനെ കളർ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരുവിധം കളേഴ്സൊക്കെ ഇതിൽ ഓൾറെഡി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് എന്താണ്, ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് കുറച്ച് മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്തായാലും അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് സ്റ്റൈലിംഗ് ആണ്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ആ വെബ്സൈറ്റിൻ്റെ സ്റ്റൈലിന് എടുത്ത് പോയപ്പോൾ എന്ത് സംഭവിച്ച്, ഏകദേശം ഇതേപോലെ ഒക്കെ നിരന്ന് വരുന്ന രീതിയിലാണ് വന്നത്. ഓക്കെ, ആ വെബ്സൈറ്റിൻ്റെ സ്റ്റൈൽ തിരിച്ചിട്ടപ്പോൾ ഈ ഇതൊക്കെ അവിടേക്കും ഇവിടേക്കും അറേഞ്ച് ചെയ്ത് നല്ല വൃത്തിക്ക് വന്നു, കളർഫുള്ളായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിലൊക്കെ എത്താൻ എന്തിനെ കൊണ്ട് പറ്റും, ഈ ഒരു CSS കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മളെല്ലാം CSS സ്റ്റൈൽസ് ഒക്കെ ഈ ഒരു സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിലാണ് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കുന്നത്. നമുക്ക് ഇനി ഇത് എന്ത് ചെയ്യണം, ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വെബ്സൈറ്റിൻ്റെ CSS ഒക്കെ നോക്കുകയാണെങ്കിൽ 1000 കണക്കിന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 1000 കണക്കിന് CSSൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിലിങ്ങനെ കുത്തി നിറച്ച് കഴിഞ്ഞാൽ കോഡ് റീഡബിലിറ്റി വളരെ ലോ ആവും. ഓക്കെ, ഇതിനൊക്കെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും, ഓരോന്നും ഓരോ ഭാഗത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അത് കൂടാതെ തന്നെ ഈ സ്റ്റൈൽ ടാഗിനെ നമുക്ക് വേറെ രൂപത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ അതിൽ ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. അതിൽ എങ്ങനെ വാല്യൂ കൊടുക്കും, കീ കൊടുക്കും, എങ്ങനെ കീ അല്ല, പ്രോപ്പർട്ടി നെയിം. ഈ പ്രോപ്പർട്ടി നെയിം എങ്ങനെ കൊടുക്കും, അതിൻ്റെ വാല്യൂ എങ്ങനെ കൊടുക്കും, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. ഓക്കെ, ജസ്ന അതിൽ എങ്ങനെയുണ്ട്, ഇത് മനസ്സിലായോ? ആഫിറ മനസ്സിലായി. ആബിദ മനസ്സിലായി. ഓക്കെ, രചന മനസ്സിലായി. ഓക്കെ, ഫർസീന, ആതിര, അഫീഫ. ഓക്കെ, ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അഫീഫക്ക് മനസ്സിലായോ? ഇത് ഓൾറെഡി ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇത് എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് എറേഴ്സ് വരിക.
എനിക്ക് അറിയുന്നത് കാരണം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ ഇടയിൽ എനിക്ക് എറർ ഇല്ലാതെ എഴുതാൻ കഴിയും. പക്ഷെ നിങ്ങളത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതുമ്പോൾ മേ ബി ഇതിങ്ങനെ ഈ കളർ വന്നോളണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, ഡീറ്റെയിൽ ഈ ആയിട്ട് പേജിന്റെ മനസ്സിലാക്കുക. സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിടുന്ന് ക്ലാസ് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ. ഈ കോഡാണോ വേണ്ടേ? അതെ അതെ. ഓക്കെ, ഇതില് നമ്മള് കമന്റ് പഠിച്ചത് കോപ്പി ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതിയായിരുന്നു. ഇടാം. അത് അല്ലേ ഞാൻ ഓക്കെ, നിങ്ങളിത് എന്തായാലും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം സെൽഫായിട്ട്. നിങ്ങൾ ഈ സ്റ്റൈൽ ടാഗും അതിൻ്റെ ഉള്ളിലുള്ള ഓരോ വാല്യൂസും നിങ്ങൾ സെൽഫായിട്ട് ടൈപ്പ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോഴേ ഞാൻ നിങ്ങളടുത്ത് ടൈപ്പ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറയുള്ളൂ. കുറച്ച് കഴിഞ്ഞാല് അതൊന്നും അങ്ങനെ സ്ക്രീൻഷോട്ട് ഇട്ടാലും മതി. ഓക്കെ ഓക്കെ, അതാകുമ്പോ നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ മേ ബി നിങ്ങളത് സിമ്പിളായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്ന് വിടും. ഈ കമന്റിലുള്ള ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, കോപ്പി ചെയ്ത് ഇടണമെന്നില്ല. ഓക്കെ, ടൈപ്പ് ചെയ്ത് ഇടണമെന്നില്ല. അത്യാവശ്യം കമന്റ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്ത് ചെയ്യാം, ഒരു വേ ഉണ്ടാക്കിയിട്ട് ഇത്രയും പോർഷൻസ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യണ്ടേ, ഷെയർ ചെയ്യണ്ടേ. ഓക്കെ, അതാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു രീതിയിൽ അടക്കി വെക്കുക. ഓക്കെ, ഞാൻ ഏതായാലും അതിന്റെ സ്ക്രീൻഷോട്ട് ആയിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ എഴുതുമ്പോൾ ഈ ലൈൻ നമ്പർ ഒക്കെ വെച്ച് നോക്കി എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ തെറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. ഈ കമന്റ്സ് എഴുതിയതൊന്നും നിങ്ങൾ വല്ലാണ്ട് ബോദർ ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ലൈൻ നമ്പർ വെച്ചിട്ട് നോക്കിയിട്ട് തന്നെ എഴുതണം, അല്ലെങ്കിൽ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അത് റീഡബിൾ ആണെന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ലിയറിന് കുറവൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടാവരുത്. ഓക്കെ, ഇനി ഞാനിത് സെമിക്കോളൻ വേണം, കോളൻ വേണം, ഓരോന്നിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യായിരിക്കും, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഇത് 3 രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിൽ ഒരു രീതിയാണിത്. അപ്പോൾ ഇത് ഏത് രീതിയാണെന്നൊക്കെ നാളത്തെ ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത് കമൻറ്റും സ്റ്റൈൽ ടാഗും ആണ്. സ്റ്റൈൽ ആട്രിബ്യൂട്ട്. ഓവർലോഡ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ക്ലാസ്സിന് സ്പീഡ് കൂട്ടണം അങ്ങനെ വല്ല സജഷനും ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ തന്നെ അല്ലേ? ഹലോ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ഓക്കെ, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒപ്പീനിയൻ പറയാം കേട്ടോ. ചിലവർക്ക് ഇത് സ്പീഡായിട്ട് തോന്നുന്നുണ്ടാവും, മേ ബി അവരും പറയാം. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ കേസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് വരിക. ആബിദ എന്ത് ചെയ്യുക, ഇതെന്തായാലും ചെയ്യണം. ഓക്കെ, ആബിദ തന്നെ അല്ലേ? അതെ, ആബിദ എന്തായാലും അത് വർക്കൗട്ട് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അതിൽ അറ്റാച്ച് ചെയ്തിടണം. ഓക്കെ 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 ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. ഫുള്ളി ഒരു 8 ആ സമയത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ആർക്കും ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ലീവ് ചെയ്യാം.